പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രെയർ മിനിസ്ട്രിയുടെ വചനവും സാക്ഷ്യവും എന്നുള്ള ഈ ലൈവ് പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കാണുവാൻ വലിയവനാക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് ഇന്ന് പകൽവേളയിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വിശ്രമിച്ചപ്പോൾ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കൂടെയിരുന്നു. ഇന്ന് പകൽവേളയിൽ ഈ പ്രഭാതസമയം പുതിയൊരു പ്രഭാതം കാണുവാൻ ദൈവം സഹായിച്ചു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു ദൈവവചന ചിന്ത നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ദൈവമായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ 2-3 ഗുണങ്ങൾ അവിടെ പറയുകയാണ്. നമ്മുടെ ദൈവം ഒന്നാമതായി ആ വാക്യത്തിൽ കാണുന്ന മനസ്സലിവുള്ള പിതാവാണ്. രണ്ടാമതായി അവൻ സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവമാണ്. അപ്പോൾ 2 ഗുണങ്ങളാണ് നമ്മുടെ ദൈവത്തിനുള്ളത്. ഒന്ന്, അവൻ മനസ്സലിവുള്ള പിതാവാണ്. 2, അവൻ സർവ്വ ആശ്വാസവും നൽകുന്നവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സലിവ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭരണകർത്താക്കൾക്ക് അവരാൽ ഭരിക്കപ്പെടുന്ന ജനത്തോടുള്ള മനസ്സലിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യനോട് തന്നെ മനസ്സിൽ അലിവില്ലാത്തവരായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരെയും ഉപദ്രവിക്കുവാനും ആരെയും ദ്രോഹിക്കുവാനും ആരെയും ഇല്ലായ്മ ചെയ്യുവാനും തക്കവണ്ണം മനുഷ്യൻ യാതൊരുവിധമായ മടിയുമില്ലാത്തവനായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ ദൈവം മനുഷ്യനെ പോലെ അല്ല. അവിടെ പറയുന്നത് ദൈവം മനസ്സലിവുള്ള പിതാവാണ്. സ്തോത്രം. 2, അവൻ സർവ്വ ആശ്വാസവും നൽകുന്നവനാണ്. അപ്പം മനസ്സലിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. മഹാനായ ഭക്തവത്സലൻ സാറ് ഒരിക്കൽ ഇപ്രകാരം പാടി: മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. അതായത് നമ്മുടെ ദൈവം മനസ്സലിവിൻ്റെ ദൈവമാണെന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭക്തനായ ആ ഗായകൻ പാടുകയുണ്ടായി. സ്തോത്രം. എന്നാൽ ഇന്ന് രാവിലെ സമയം നമ്മൾ ചിന്തിക്കുന്നത്, ഈ ദൈവം നമ്മളോട് മനസ്സലിയുന്ന ഒരു ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ചില പ്രയോജനങ്ങളെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ഒരു ലഘുചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതിൽ ഒന്നാമതായി നമുക്ക് ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാം വാക്യം: നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സറിഞ്ഞ് നിങ്കലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ ചിതറിച്ച് കളയും. എന്നാൽ ദൈവത്തിങ്കലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ 2-ാം വാക്യത്തിൽ പറയും: നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞു നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ
അപ്പോൾ ദൈവത്തിന്റെ ഒരു മനസ്സലിവ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയണം. ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് നടക്കരുത്. ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മുഖം ദൈവത്തിങ്കിലേക്ക് തിരിക്കണം. ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു മാറരുത്, മറിച്ച് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മുഖം തിരിച്ച് ദൈവമായ അടുക്കലേക്ക് തിരിഞ്ഞു നീയും നിന്റെ മക്കളും, ഓരോ ദൈവ പൈതലും അവരുടെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും മനസ്സില്ലാ മനസ്സോടുകൂടെ ആരും കർത്താവിനെ സേവിക്കരുത്. പലപ്പോഴും ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാതിരുന്നാൽ, മനസ്സില്ലാ മനസ്സോടുകൂടെ കർത്താവിനെ സേവിച്ചാൽ അത് അനുഗ്രഹത്തെക്കാൾ ഉപരിയായി ശാപത്തിലേക്ക് കടന്നു വരുവാനിടയാകും. എന്നാൽ ഇവിടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ ഒക്കെ എന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ. അവിടെ കർത്താവ് പറയും, ദൈവത്തിന്റെ വാക്ക് കേൾക്കുക മാത്രമല്ല, നമ്മൾ പലരും ഇഷ്ടം പോലെ കേൾക്കും, പക്ഷെ അനുസരിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ ഇവിടെ പറയുന്നത് കേട്ട് അനുസരിച്ചാൽ, മൂന്നാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റും. അനേകരുടെ സ്ഥിതി മാറാതിരിക്കുന്നതിന്റെ ഒരു കാരണം പലപ്പോഴും ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ അവർക്ക് മനസ്സില്ല. ലോകത്തിന്റെ കൽപ്പനയൊക്കെ അനുസരിക്കും. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ 10 മണിക്ക് നീ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ അവൻ 9:45 അവൻ സ്റ്റേഷനിൽ ഹാജരായിരിക്കും. ലോകത്തിന്റെ നിയമങ്ങളെ പേടിയാ. എന്നാൽ ഒരു സഭാരാധനയ്ക്ക് 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ അവൻ 10:45 അവൻ ആരാധനയ്ക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അവന് ദൈവത്തെയാണോ ഭയം അതോ മാനുഷിക നിയമങ്ങളെയാണോ ഭയം. പലപ്പോഴും ദൈവത്തെക്കാൾ ഉപരി അനേകർ മനുഷ്യരെയൊക്കെയാണ് ഭയക്കുന്നത്. എന്നാൽ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് അവരുടെ കൽപ്പനകളെ അനുസരിച്ചാൽ, അവിടെ പറയും, നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും. വെറുതെ അല്ല, ദൈവം നമ്മുടെ ഓരോരുത്തരുടെ സ്ഥിതി മാറ്റും. ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ ദൈവത്തിന് വേണ്ടി പാടുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആട്ടിടയനായിരുന്ന തന്റെ ജീവിതത്തിലെ സ്ഥിതി ദൈവം മാറ്റി. ദൈവം അവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ദൈവസേനയിൽ വിശ്വസ്തനായി ജീവിച്ച യോസേഫിന്റെ ജീവിതം പരിശോധിച്ചാൽ, യോസേഫിന്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളൊക്കെ കടന്നു വന്നു. അവൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവന്റെ സ്ഥിതി മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. നിന്റെ സ്ഥിതി മാറ്റി നിന്നോട് മനസ്സരിഞ്ഞ് നിങ്കലേക്ക്. അപ്പം നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവവും നമ്മുടെ നേരെ തിരികയും, മാത്രമല്ല ആ സ്ഥിതി മാറ്റി ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. വിവിധ ഇടങ്ങളിൽ ചിതറിപ്പോയവരാണ്, എന്നാൽ ആ ജനത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അപ്പോൾ ഒന്നാമതായി ദൈവം മനസ്സറിഞ്ഞാൽ നമ്മുടെ സ്ഥിതി മാറും. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അയ്യോ കർത്താവെ, എൻ്റെ സ്ഥിതി ഒന്ന് മാറിയാൽ കൊള്ളാവുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ആരോഗ്യത്തിന്റെ സ്ഥിതി ഒന്ന് മാറിയാൽ കൊള്ളാവുന്നുണ്ട്, എൻ്റെ കുടുംബത്തിലെ സമാധാനമില്ലായ്മയുടെ സ്ഥിതി ഒന്ന് മാറിയാൽ കൊള്ളാവുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഓരോ അല്ലെങ്കിൽ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറപ്പെടാതെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങളിലൂടെ പോകുന്ന ഒരവസ്ഥയുണ്ട്. എൻ്റെ സ്ഥിതികൾക്ക് ദൈവമേ ഒരു മാറ്റം തരണമെന്ന് ചിലപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ സന്നിധി സ്ഥിതി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കണം. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുമ്പോൾ ദൈവം നമ്മളോട് മനസ്സലിയുകയും, കാരണം അവൻ മനസ്സലിവുള്ള പിതാവാണ്. ആ മനസ്സലിഞ്ഞിട്ട് ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുവാനായിട്ടിടയായിത്തീരും. ഈ രാവിലെ സമയം ഒരു വലിയ തീരുമാനം അത്തരത്തിലുണ്ടാകട്ടെ. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവകൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഇന്ന് രാവിലെ സമയം നമ്മളെ തന്നെ ഫലമേൽപ്പിക്കുക. തീർച്ചയായും ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് ഭേദം വരുത്തുന്നവനായ ഒരു ദൈവമാണ്. സ്തോത്രം. വിശ്വാസത്തോടുകൂടെ ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെതായ വചനങ്ങൾ അനുസരിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. രണ്ടാമതായി നമുക്ക് യെശയ്യാവിന്റെ പ്രവചനം 14-ാമത്തെ അധ്യായം അതിൻ്റെ
1 വാക്യം വായിക്കുന്നു. യഹോവ യാക്കോബിനോട് മനസ്സറിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. അന്യജാതിക്കാര് അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊള്ളും. പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തോട് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഒരു പ്രവചനമായി അവരോട് പറയുകയാണ്, യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞു. അതായത് അവർ പ്രവാസത്തിലായിരുന്നപ്പോൾ അവരോട് ആർക്കും മനസ്സലിവില്ല. കാരണം അവർ മറ്റൊരു ദേശത്ത് മറ്റൊരു ഭരണാധികാരിയുടെ കീഴിലാണ്. അവിടെ യാതനകളും വേദനകളും ഒക്കെ അനുഭവിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെതായ ജീവിതം പലപ്പോഴും പലയിടങ്ങളിലും അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോൾ അവർ ദൈവത്തെ നോക്കി നിലവിളിച്ചു. എന്നാൽ ദൈവം പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിനെ എഴുന്നേൽപ്പിച്ചിട്ട് അവരോട് ഒരു ദൈവിക ദൂത് സംസാരിക്കുകയാണ്. യഹോവ യാക്കോബിനോട് മനസ്സറിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ഇസ്രായേൽ ജനം. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ജാതികളുടെ ഇടയിൽ ചിതറിപ്പോയി. അവരുടേതാകുന്ന ജീവിതത്തിലെ തനിമ നഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിലേതായ ഓരോ ജീവിതത്തിൻ്റെതായ എല്ലാവിധമായ ദൈവത്തിലെ തിരഞ്ഞെടുപ്പും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ അന്യദേശത്ത് ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ അവർ അടിമത്തത്തിൽ പ്രവാസത്തിലായിരുന്നപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, യഹോവ യാക്കോബിനോട് മനസ്സറിഞ്ഞിട്ട് ഇസ്രായേലിനെ വീണ്ടും അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവരെ വീണ്ടും ദൈവം തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്ത് രണ്ടാമതായി സ്വദേശത്ത് പാർപ്പിക്കും. അപ്പൊ ദൈവം നമ്മളോട് മനസ്സറിയുമ്പോൾ ദൈവം നമ്മളെ സ്വദേശത്ത് പാർപ്പിക്കും. നമ്മുടെ സ്വദേശം എവിടെയാണ്? നമ്മുടെ ദേശം ഇവിടെയല്ല. ഇവിടെ നമ്മളൊക്കെ പരദേശവാസികളാണ്. അബ്രഹാം കൂടാരത്തിൽ പാർത്തുകൊണ്ട് താൻ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിനായി കാത്തിരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനത്തിൽ കാണുന്നു. അപ്പൊ ദൈവം നമ്മളോട് മനസ്സറിഞ്ഞാൽ നമ്മളെ സ്വദേശത്ത് പാർപ്പിക്കും. സ്തോത്രം. കർത്താവും ഒരു വലിയ വാഗ്ദത്തം തന്റെ ശിഷ്യന്മാർക്ക് നൽകിയിട്ട് പോയി, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്വദേശത്ത് പാർപ്പിക്കും. അങ്ങനെ പാർപ്പിക്കുന്നതോടൊപ്പം തന്നെ അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊള്ളും. അപ്പോൾ ദൈവം നമ്മളോട് മനസ്സലിഞ്ഞാൽ, ദൈവത്തിന്റെ മനസ്സലിവ് നമ്മളെ പ്രതിഫലിക്കുമ്പോൾ, സ്തോത്രം, അന്യജാതിക്കാർ, ദൈവത്തെ അറിയാത്തതായ ആൾക്കാർ, അവരും വന്ന് നമ്മളോട് ചേർന്ന് വരും. നമ്മളോട് ചേർന്ന് വന്നുകൊണ്ട് നമുക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തു തരികയും നമ്മളെ എതിർക്കുന്നവർ പോലും നമ്മളിലേക്ക് ചേർന്ന് വന്ന് നമ്മളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാനിടയായി തീരും. അത് ദൈവം നമ്മളോട് മനസ്സറിയുമ്പോൾ ഹല്ലേലൂയ സംഭവിക്കുന്നതായ കാര്യമാണ്. ഇന്ന് രാവിലെ സമയം നമുക്കും ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. മനസ്സറിവുള്ളവനായ ദൈവം നമ്മളെ സ്വദേശത്ത് പാർപ്പിക്കുന്നവനായ ദൈവമാണ്. അടുത്തതായി നമുക്ക് മത്തായി സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കും. മത്തായി സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 14-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടവരൻ മനസ്സറിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ ഇതാ, ദൈവം മനസ്സറിഞ്ഞപ്പോൾ രോഗികളെ സൗഖ്യമാക്കി. യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേൾക്കുവാൻ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. പലവിധമായ പ്രശ്നങ്ങളാൽ ജീവിതം വലഞ്ഞവരായിരുന്നു യേശുവിനെ സമീപിച്ചു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട്. യേശു നോക്കിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവിടെ നിൽക്കുകയാണ്. ആ പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവ് മനസ്സറിഞ്ഞു. എന്നിട്ട് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവിടെ രോഗികളായി ഇരുന്നവരെ കണ്ട് അപ്പോൾ യേശുവിൻ്റെ ഒരു മനസ്സലിവുണ്ടായി. അയ്യോ, ഇവൻ രോഗത്തിൽ കിടക്കാനായിട്ട് പാടില്ല, ഇവനൊന്ന് സൗഖ്യം പ്രാപിക്കണം, ഇവന് നല്ല ആരോഗ്യമുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. സമൂഹത്ത് ആഗ്രഹിക്കാത്ത ഒരു കാര്യം യേശു ആഗ്രഹിച്ചു. ഇന്നത്തെ സമൂഹം പലപ്പോഴും ഒരുത്തൻ നന്നാകുന്നതിനേക്കാൾ മറ്റവൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ യേശുവിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നില്ല. യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. ആ രോഗിയായി തന്നെ തുടരുവാൻ ആഗ്രഹിച്ചില്ല, മറിച്ച് യേശു അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി. ഇന്ന് പകൽവേളയിൽ ഈ രാവിലെ സമയം ഒരുപക്ഷെ
ഒരു രോഗക്കിടക്കയിലിരുന്നു കൊണ്ടാണ് നിങ്ങൾ ഈ ലൈവ് ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം. നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് കഴിയും. കാരണം നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനാകുന്ന ദൈവമാണ്. നിങ്ങളുടെ രോഗാവസ്ഥയെ കണ്ട് മനസ്സലിഞ്ഞിട്ട്, അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യൻ ഒരുപക്ഷെ നിങ്ങളെ കണ്ട് സഹത വെച്ചിട്ട് ഒന്നും ചെയ്യാത്തവരായി കടന്നു പോകുന്ന സാഹചര്യമായിരിക്കും. മനുഷ്യന് പരിമിതികൾ പലതുമുണ്ട്. എന്നാൽ നിങ്ങളുടെ അടുക്കലേക്ക് കർത്താവിന്റെ കരം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ, അവൻ മനസ്സലിവുള്ള പിതാവായതുകൊണ്ട് നിങ്ങളുടെ ഏതുവിധ രോഗമാണെങ്കിലും കർത്താവ് സൗഖ്യമാക്കും. ഇന്നേ പകൽക്കാലവും ആ സൗഖ്യത്തിന്റെ ശക്തി ഈ വചനത്തിലൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. രോഗികളായി കിടക്കുന്നവരാരെങ്കിലും ഈ ദൈവവചന സന്ദേശം ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ അവിടെ കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥയിലായിരുന്നു കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ തന്നെ കരം വെച്ചിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കൂ: കർത്താവേ, എന്നെ സൗഖ്യമാക്കണമേ. എന്നിട്ട് പറയൂ: യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. എന്റെ രോഗങ്ങൾ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. എന്റെ രോഗശക്തികൾ എന്നിൽ നിന്ന് മാറിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സലിവുള്ളവനാകുന്ന യേശു ഇന്ന് പകൽക്കാലം എന്നെ തൊട്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ അതേ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുകയാണ്. അതേ, പുരുഷാരത്തെ കണ്ടവർ മനസ്സറിഞ്ഞ് അവരുടെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ആ കർത്താവിന്റെ സൗഖ്യദായക ശക്തി ഇന്ന് പകൽക്കാലം നമ്മൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വിശ്വാസത്തോടുകൂടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമുക്കായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തതായി നമുക്ക് ദൈവത്തിന്റെ മനസ്സലിവ് കാണുവാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം തന്നെ 15-ാമത്തെ അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 32. സ്തോത്രം. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലായതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ഇതാ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ വീണ്ടും അനേക പുരുഷാരം വന്നു. 3 ദിവസം യേശുവിനോടൊപ്പം അവർ ചെലവഴിച്ചു. 3 ദിവസം അവർ യേശുവിനോട് ചെലവഴിച്ച ശേഷം ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചിട്ട് യേശു പറയുകയാണ്: ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അപ്പൊ കർത്താവിനോടുകൂടെ പാർക്കുന്ന ഒരു പുരുഷാരം, അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലായതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നും. നോക്കുക, അവിടെ പുരുഷാരം ഒത്തിരി പേരുണ്ടായിരുന്നു, ജനക്കൂട്ടം ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ആ ജനക്കൂട്ടത്തിന് ഏതെങ്കിലും ആളുകൾക്ക് അവിടെ കടന്നു വന്ന ജനക്കൂട്ടത്തിന്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സലിവ് തോന്നിയില്ല. യേശു അവരോട് മനസ്സലിയുകയാണ്. എന്തിനാണ് മനസ്സലിയുന്നത്? അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലായതുകൊണ്ട്, അവരുടേതാകുന്ന ഇല്ലായ്മയുടെ അവസ്ഥ കണ്ട് മനസ്സലിയുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ എത്ര പേര് മനസ്സലിയുന്നു? ഭക്ഷിപ്പാൻ ആഹാരമില്ലാത്തവരെ കണ്ടിട്ട് എത്ര പേർക്ക് മനസ്സലിയുന്നു? യേശു ഇതാ പുരുഷാരത്തിൽ അവർക്ക് ഭക്ഷണമില്ലായ്ക കൊണ്ട് അവരെ കണ്ടപ്പോൾ യേശുവിന് അവരോട് മനസ്സലിവ് തോന്നി. എന്നിട്ട് പറഞ്ഞു, പട്ടിണിയായി വിട്ടയപ്പം മനസ്സുമില്ല. കർത്താവിന്റെ അടുക്കലിരുന്ന ആ വ്യക്തികളെ കുറിച്ച് കർത്താവ് പറയുകയാണ്, അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. അപ്പൊ ദൈവം നമ്മളെ ഹല്ലേലൂയ സൗഖ്യമുള്ളവരായി, അല്ലെങ്കിൽ തൃപ്തിയുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മനസ്സലിവുള്ളവനാക്കുന്ന ദൈവമായതുകൊണ്ട് കർത്താവിനോടൊപ്പം 3 നാളായി പാർത്തിരുന്ന പുരുഷാരത്തെ പട്ടിണിയായി വിട്ടയക്കുവാൻ യേശുവിന് മനസ്സ് വന്നില്ല. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർക്ക് ഹല്ലേലൂയ, മനുഷ്യൻ എങ്ങനെ പോയിരുന്നിരുന്നാലും ആർക്കും ഒരു മനസ്സലിവില്ലാതിരിക്കുമ്പോൾ, അവരെങ്ങനെ ജീവിച്ചിരുന്നാലും ആർക്കും ഒരു മനസ്സലിവില്ലാതിരിക്കുമ്പോൾ, അവൻ പട്ടിണി കിടക്കുന്നവനാണെങ്കിൽ അങ്ങനെ കിടന്നോട്ടെ, അല്ലെങ്കിൽ രോഗിയാണെങ്കിൽ അവൻ രോഗിയായി തന്നെ കിടന്നോട്ടെ. എന്നാൽ യേശു അങ്ങനെയല്ല. രോഗികളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കി. ഭക്ഷണമില്ലാതിരുന്ന ജനത്തെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിഞ്ഞ് കർത്താവ് അവർക്ക് ഭക്ഷണം നൽകി. ഹല്ലേലൂയ.
ആ യേശുവിന്റെ ഒരു ഭാവം തന്നെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായി നമ്മൾ സൽപ്രവൃത്തിയിൽ മുമ്പന്മാരായി തീരുവാനായിട്ട് ആഗ്രഹിക്കണം. അവിടെ മനസ്സിൽ അവരെ വിട്ടയപ്പാൻ മനസ്സുമില്ല. കാരണം എന്താണ്? അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിനെ തേടിയാണ് വന്നതെങ്കിൽ, യേശുവിന്റെ വചനം കേൾക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ വഴിയിൽ തളർന്നു പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല. നമ്മൾ നിത്യമാകുന്ന നാട് നോക്കി യാത്ര ചെയ്യുന്ന ഞാനും നിങ്ങളും ഈ ലോക ജീവിതത്തിലെ വഴിയിൽ തളർന്ന് അവശരായി കിടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ശക്തന്മാരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതാണ് മനസ്സലിവുള്ളവനാകുന്ന കർത്താവിന്റെ വലിയൊരു ശക്തി എന്ന് പറയുന്നത്. കർത്താവിനോടൊപ്പം കൂടുന്നവർ തളർന്നു പോകാനായിട്ട് കർത്താവ് അനുവദിക്കുകയില്ല. തളർന്നിരിക്കുന്നവരെല്ലാം ശക്തരായി എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലവും നമ്മുടെ തളർച്ചകളെ മാറ്റുന്നവനായ ദൈവം, നമ്മളെ ഉദ്ധരിക്കുന്നവനായ ദൈവം, നമ്മൾ തളർന്നു പോകാൻ മനസ്സില്ലാത്തവനായ ദൈവം, മറിച്ച് നമ്മൾ ശക്തരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, നമ്മൾ സൗഖ്യമുള്ളവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, നമ്മൾ തൃപ്തിയുള്ളവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവനായ ഒരു ദൈവം. അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞവർ വഴി വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. അവർ ശിഷ്യന്മാരോട് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ പരിമിതികൾ യേശുവിനോട് പറഞ്ഞു. എന്നാൽ യേശു ആ പരിമിതികൾക്കകത്ത് ഒരു വലിയ അത്ഭുതം ആ പുരുഷാരത്തിന് ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും ഒക്കെ മനുഷ്യരോട് പറഞ്ഞാൽ അതിനെല്ലാം ഒരു പരിമിതികളുണ്ട് പ്രിയമുള്ളവരെ. കാരണം മനുഷ്യൻ അശക്തനാണ്, മനുഷ്യൻ അല്പായുസുള്ളവനാണ്, ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമുള്ളവരാണ് മനുഷ്യർ. എന്നാൽ ദൈവത്തെങ്കിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തിയാൽ, ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ, ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചാൽ, ഹല്ലേലൂയ, അവൻ നമ്മളോട് മനസ്സലിഞ്ഞ് നമുക്ക് വേണ്ടി തൃപ്തി വരുത്തുന്നവനായ ദൈവമാണ്. നമ്മൾ തളർന്നു പോകാൻ സമ്മതിക്കാതെ വണ്ണം ഹല്ലേലൂയ നമ്മളെ ശക്തരാക്കി തീർക്കുന്ന ദൈവമാണ്. അവിടെ പുരുഷാരത്തെ കണ്ടപ്പോൾ ഹല്ലേലൂയ കർത്താവ് അവരോട് മനസ്സലിഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ മനസ്സലിവ് നമ്മളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ എന്തെല്ലാം സംഭവിക്കുന്നു? ഒന്ന്, ദൈവത്തിന്റെ മനസ്സലിവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥിതികളെ ദൈവം മാറ്റുന്നു. ആവർത്തനം 30:3 അതാണ് വിളിച്ചറിയിക്കുന്നത്. 2, ദൈവത്തിന്റെ മനസ്സലിവ് നമ്മളിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെട്ട സ്വദേശത്തേക്ക് കർത്താവ് നമ്മളെ ഹല്ലേലൂയ വീണ്ടും തിരഞ്ഞെടുത്ത് അതിലാക്കും. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 14:14 പറയുന്നു, ദൈവം മനസ്സലിഞ്ഞപ്പോൾ ഹല്ലേലൂയ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞപ്പോൾ അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മനസ്സലിവിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. മത്തായി 15:32 പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ മനസ്സലിഞ്ഞപ്പോൾ ഹല്ലേലൂയ ജനം തളർന്നു പോകാതെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തിരികെ ചെല്ലുന്നതിന് വേണ്ടി ഹല്ലേലൂയ അവരോടൊപ്പം അവർക്ക് വേണ്ടി ഹല്ലേലൂയ തൃപ്തി വരത്തക്കവണ്ണം ഹല്ലേലൂയ അവർക്ക് ഭക്ഷണം നൽകിയവനായ ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ആ മനസ്സലിവുള്ളവരായ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്കും അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരായി ആരെങ്കിലും എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ നഷ്ടപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒരു ലാഭകരമായ രീതിയിലാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതിഗതികൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒന്നുകൂടി മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തെങ്കിലേക്ക് തിരിയൂ. ദൈവം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്നവനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആ വലിയ ദൈവത്തെങ്കിലേക്ക് നമുക്ക് ആശ്രയിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ ഈ മീഡിയയിലൂടെ, ഈ ലൈവിലൂടെ കർത്താവെ ഹല്ലേലൂയ ദൈവവചനം സംസാരിക്കുവാനിടയായി ലൈവിൽ ജോയിൻ ചെയ്ത് എല്ലാവരെയും കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. ഇനിയും കർത്താവെ സന്ദേശം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണം. വലിയ ദൈവപ്രവൃത്തികൾ ഞങ്ങളുടെ മധ്യത്തിൽ അയക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവരാരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുമാറാകട്ടെ.
പൂർണ്ണമായ വിടുതലും ആശ്വാസം നൽകി അവിടുന്ന് മാനിച്ചാട്ടെ. കർത്താവിൻ്റെ കരുണയുടെ കരം അവിടെ നീട്ടുമാറാണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റ് പലവിധമായ ജീവിത ആവശ്യങ്ങളുടെ ഒത്ത് ഭാരത്തോടെ ആയിരിക്കുന്നവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ സ്ഥിതിഗതികളെല്ലാം കർത്താവ് മാറ്റുമാറാണമേ. ചില പുതിയ വാതിലുകളെ തുറക്കണമേ. ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് കർത്താവ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. സകല നന്മകളോടൊന്നൊരിക്കൽ മാനിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ നന്മകൾ വീണ്ടും അവിടെ നിന്നൊരിക്കൽ മാനിക്കുന്നതേക്ക് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം അനേകരിലേക്ക് ഷെയർ ചെയ്യുക. അനേകർ അനുഗ്രഹം പ്രാപിക്കട്ടെ. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 8 മണി വരെ നമ്മുടെ ലൈവ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.